നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് ഷെഡ്യൂൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റി പോകാറുണ്ട്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രധാനമായിട്ടും മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വർക്കുകളും നമ്മൾ അഡീഷണലായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാവാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വർക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തീർക്കാൻ പറ്റാതെ വരിക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഒരു വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ എങ്ങനെ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ വർക്ക് തീർക്കാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, വർക്കിനെ എങ്ങനെ പല സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം, അതിൽ ഓരോ സ്റ്റേജിനും എത്ര സമയം കൊടുക്കാം, അങ്ങനെ നമ്മളൊരു 6 മാസം കൊണ്ടാണ് ഈ വർക്ക് തീർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വർക്കിനെ എത്ര സമയം കൊടുക്കണം, അങ്ങനെ എങ്ങനെ നമുക്കത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെ ആ ഒരു കോസ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു വർക്ക് ഷെഡ്യൂൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻഷുവൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. ഒരു വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു മൊത്തം വർക്കിനെ നമ്മൾ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല സ്റ്റേജായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു 2 നില വീട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഒരു സിവിൽ വർക്ക് തീർക്കുന്നിടം വരെയുള്ള വർക്ക് ഷെഡ്യൂൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിവിൽ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 2 നില വീട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിനെ നമ്മൾ ഒരു 12 നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം സൈറ്റ് ലെവൽ ചെയ്ത് സെറ്റ് ഔട്ട് ചെയ്ത് എക്സ്കവേഷൻ ചെയ്ത് കോളം ഫുട്ടിങ് തുടങ്ങി അതിൻ്റെ പെഡസ്റ്റൽ തീരുന്നത് ആ കോളം പൊക്കി നിർത്തുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേജ് 1 ആയിട്ട് വരുന്നത്. സ്റ്റേജ് 2 വരുമ്പോഴത്തേനും അതിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ ഷട്ടറിങ്ങും പ്ലിന്ത് ബീമിൻ്റെ കാസ്റ്റിങ്ങും ഒക്കെയാണ്. അത് നമ്മൾ തറയ്ക്കുള്ള ബീം കാസ്റ്റ് ചെയ്ത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിടുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് 2ാമത്തെ സ്റ്റേജായിട്ട് വരുന്നത്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വാളിന് സെറ്റ് ഔട്ട് ചെയ്ത് ഈ തറയുടെ മുകളിൽ നിന്ന് നമ്മൾ കട്ട കെട്ടി ലിൻഡൽ ലെവൽ വരെ കട്ട കെട്ടി എത്തുന്നതിനെയാണ് നമ്മൾ 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ സ്റ്റെയർ കേസോ അതുപോലെ കോളംസ് പൊങ്ങേണ്ടതോ ഒക്കെയുള്ള കാര്യങ്ങൾ വരും. ബ്രിക്ക് വർക്ക് ലിൻഡൽ ലെവൽ വരെ വരുന്ന കാര്യങ്ങളാണ് ആ സ്റ്റേജ് 3 വരുന്നത്. സ്റ്റേജ് 4 വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബീം കാസ്റ്റിംഗ് ആണ്. ലിൻഡൽ ലെവലിലുള്ള ലിൻഡൽ ബീമിൻ്റെ ഷട്ടറിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് 4ാമത്തെ സ്റ്റേജിലായിട്ട് വരുന്നത്. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലിൻഡൽ ലെവലിന് മുകളിൽ നിന്ന് റൂഫ് ലെവൽ വരെയുള്ള കട്ടകെട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്, ബ്രിക്ക് വർക്കിനെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ വരുന്നത്. 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ റൂഫ് ലെവൽ വരെയുള്ള കട്ടകെട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൂഫ് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് ആണ്. അതിനകത്ത് റൂഫ് സ്ലാബും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ബീമും കാര്യങ്ങളും എല്ലാം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ 6ാമത്തെ സ്റ്റേജ് വരുന്നത്. 7ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ആ റൂഫ് സ്ലാബിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും കട്ട കെട്ടി 2ാമത്തെ നിലയുടെ ലിൻഡൽ ലെവൽ വരെ എത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന വിൻഡോയുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം ആ കൂടെ ഉൾപ്പെടും. ആ ലിൻഡൽ ലെവൽ കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 2ാമത്തെ നിലയുടെ ലിൻഡൽ ബീം കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ലിൻഡൽ ബീമിൻ്റെ ഷട്ടറിങ്ങും അതുപോലെ ലിൻഡൽ ബീമിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റും അതിൻ്റെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നത്. 9ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 2ാമത്തെ നിലയുടെ ലിൻഡൽ ലെവലിൽ നിന്ന് റൂഫ് ലെവൽ വരെയുള്ള കട്ടകെട്ടിനെയാണ് നമ്മൾ 9ാമത്തെ സ്റ്റേജായിട്ട് വരുന്നത്. 10ാമത്തെ സ്റ്റേജിൽ ഈ 2ാമത്തെ നിലയുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റൂഫ് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ റൂഫ് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ബീമും കാര്യങ്ങളും എല്ലാം ഈ 10ാമത്തെ സ്റ്റേജായിട്ടാണ് വരുന്നത്. 11ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഫ്ലോർ PCC ചെയ്യുന്നതും, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമ്മൾ എർത്ത് ഫില്ല് ചെയ്തതിന് മുകളിലുള്ള ഫ്ലോർ PCC വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ 2ാമത്തെ നിലയുടെ മുകളിൽ ഗേബിൾ സ്ട്രക്ചേഴ്സോ പാരപ്പറ്റോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ബ്രിക്ക് വർക്ക് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും അതും എല്ലാം ഈ 11ാമത്തെ സ്റ്റേജിലായിരിക്കും വരുന്നത്. 12ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ള പ്ലാസ്റ്ററിങ് ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ കൺസീലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ 12ാമത്തെ സ്റ്റേജിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പ്ലാസ്റ്ററിങ്ങും ഡിസൈൻ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അങ്ങനെയാണ് നമ്മൾ 2 നിലയുള്ള ഒരു വീടിനെ 12 സ്റ്റേജായിട്ട് ആ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 12 സ്റ്റേജിൽ വരുന്ന ഓരോ വർക്കിനെയും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സാമ്പിൾ വർക്ക് ഷെഡ്യൂൾ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ 12 സ്റ്റേജിന് വരുന്ന വർക്കിനെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ആ ഡേറ്റുകൾ അലോട്ട് ചെയ്തിട്ട് കൃത്യമായ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഈ വർക്കിനെ തീർക്കും എന്നുള്ളത് നമുക്ക് ആ വർക്ക് ഷെഡ്യൂൾ നോക്കിയിട്ട് ആ സാമ്പിൾ വർക്ക് ഷെഡ്യൂൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നമ്മളിപ്പോൾ ഈ അടുത്തൊരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റേജ് 1 വരുന്ന വർക്ക് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സൈറ്റ് ലെവൽ ചെയ്യുന്നത് തൊട്ട് ആ പെഡസ്റ്റൽ കോളം കാസ്റ്റ് ചെയ്യുന്നതും വരെയുള്ള വർക്കിനെയാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേജ് 1 വരുന്ന വർക്കിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് പ്രിലിമിനറി സൈറ്റ് പ്രിപ്പറേഷനാണ്. 2ാമത് വരുന്നത് സെറ്റ് ഔട്ട്, 3ാമത് എക്സ്കവേഷൻ, പിന്നെ ഫുട്ടിങ്ങിൻ്റെ PCC, അതുപോലെ തന്നെ അടുത്തത് ഫുട്ടിങ്ങിൻ്റെ കാസ്റ്റിങ്, പിന്നെ പെഡസ്റ്റൽ. ഇത്രയും വർക്കുകളാണ് നമുക്ക് ആ സ്റ്റേജ് 1 മൊത്തത്തിൽ വരുന്ന വർക്കുകൾ.
അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ വർക്കിനും എത്ര സമയം എടുക്കും, എത്ര ഡ്യൂറേഷൻ വരും എന്നുള്ളതാണ് അടുത്ത ഒരു കോളത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രിലിമിനറി സൈറ്റ് പ്രിപ്പറേഷൻ നമ്മൾ 1 ദിവസം എന്ന് കൊടുത്തു, സെറ്റ് ഔട്ടിന് 2 ദിവസം, എക്സ്കവേഷന് 2 ദിവസം, ഫുട്ടിംഗ് PCC 1 ദിവസം, ഐസൊലേറ്റഡ് ഫുട്ടിംഗ് കാസ്റ്റിംഗ് 5 ദിവസം, പെഡസ്റ്റൽ കാസ്റ്റിംഗ് 4 ദിവസം. അങ്ങനെ മൊത്തം 15 ദിവസമാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് 1 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഓരോ വർക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും എൻഡ് ചെയ്യുന്ന ഡേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് ഫോളോ ചെയ്യണം. നമ്മൾ ഓരോ വർക്കിലും അത് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് അത് മുന്നോട്ട് വരുന്നതിൽ നമ്മളത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ രീതിയിലായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ സൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമാർക്കായിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് വരുമ്പോൾ സൈറ്റ് ക്ലിയറൻസും സ്റ്റോൺ ലേയിങ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് നടക്കുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഡേറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ പോയിന്റ്സ് കോളത്തിൻ്റെയോ കാര്യങ്ങളോ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ മൊത്തത്തിൽ വർക്കിനെ ഒന്ന് മാനേജ് ചെയ്ത് പോകാനും കൃത്യമായ ഡ്യൂറേഷനിൽ തീർക്കാനുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജ് 2 പോയി കഴിഞ്ഞാൽ സ്റ്റേജ് 2 വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലിന്ത് ബീമിൻ്റെ PCC തൊട്ട് പ്ലിന്ത് ബീം നമ്മൾ വാർത്ത് തീർക്കുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് സ്റ്റേജ് 2 വരുന്നത്. അതിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സോയിൽ ലെവലിംഗ് വരും, അത് കഴിഞ്ഞ് പ്ലിന്ത് ബീം PCC വരും, പ്ലിന്ത് ബീമിൻ്റെ കാസ്റ്റിംഗ് വരും, പ്ലിന്ത് ബീമിൻ്റെ ക്യൂറിങ് വരും. നമ്മൾ പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 ദിവസം നനച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വരും. അതുപോലെ തന്നെ സോയിൽ ബാക്ക് ഫില്ല്, നമ്മൾ തറയ്ക്കുള്ളിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ വരും. ഇത്രയും കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഓരോന്നിനും എത്ര ദിവസം, ഇപ്പോൾ സോയിൽ ലെവലിങ്ങിന് 1 ദിവസം കൊടുത്തിട്ടുണ്ട്, പ്ലിന്ത് ബീം PCCക്ക് 2 ദിവസം കൊടുത്തിട്ടുണ്ട്, പ്ലിന്ത് ബീം കാസ്റ്റിങ്ങിന് 17 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്, പ്ലിന്ത് ബീം ക്യൂറിങ്ങിന് 12 ദിവസം കൊടുത്തിട്ടുണ്ട്, സോയിൽ ബാക്ക് ഫില്ലിന് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ വീടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇപ്പോൾ പ്ലിന്ത് ബീം കാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ പ്ലിന്ത് ബീമിൻ്റെ ഫോം വർക്കിനും അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് ചെയ്യാനും ഒക്കെ എടുക്കുന്ന സമയം വ്യത്യാസപ്പെടും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഓരോന്നിനുള്ള സമയം അലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീട് ചെറുതാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സമയം കുറവായിരിക്കും. വീടിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഈ സമയവും കൂടി വരും. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൊടുത്ത് എന്ന് എൻഡ് ചെയ്യും എന്നുള്ളതും കൊടുത്തിട്ട് കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന വേരിയേഷനും കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് അവസാനം വരുന്ന ആ ഒരു ടൈമിനെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ വരുന്ന ഇപ്പോൾ സെപ്റ്റി ടാങ്ക് നമുക്കിപ്പം സൈറ്റ് ആക്സസ് കുറവാണെങ്കിൽ, ഇപ്പോൾ റോഡിൻ്റെ ഫ്രണ്ടേജ് കുറവാണെങ്കിൽ, ഇപ്പോൾ സെപ്റ്റി ടാങ്ക് ബാക്ക് സൈഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ പിന്നീട് അത് കൊണ്ട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പ്ലിന്ത് ബീമിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഈ സെപ്റ്റി ടാങ്കും ആ ഒരു പൊസിഷനിൽ കൊണ്ട് വെക്കേണ്ടതുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് വണ്ടി വരാനോ ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് റിമാർക്കിൽ ആ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്ലിന്ത് ബീമിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ 2 കാര്യങ്ങൾ നമ്മൾ റിമാർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ, മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലിന്ത് ബീമൊക്കെ വാർത്ത് കഴിഞ്ഞാൽ ആ തറയുടെ മുകളിലേക്ക് വാൾ സെറ്റ് ഔട്ട് ചെയ്ത് കട്ട കെട്ടി ലിൻഡൽ ലെവൽ വരെ എത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ബ്രിക്ക് വർക്ക് തന്നെയാണ് ആ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഒരേ ഒരു വർക്കേ വരുന്നുള്ളൂ. അവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് കട്ട കെട്ടി ആ ലിൻഡൽ ലെവൽ വരെ എത്ര കട്ട കെട്ടുണ്ടോ അത്രയും കട്ട കെട്ടി ആ ബ്രിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്രിക്ക് വർക്കിന് നമ്മൾ ഏകദേശം ഒരു 15 ദിവസമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും എൻഡ് ചെയ്യുന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജനലുകളുടെയും വാതിലുകളുടെയൊക്കെ ഇൻസ്റ്റാളേഷൻ ആ ഒരു സ്റ്റേജിൽ വരുന്നുണ്ട്. ഇതിൻ്റെ 4ാമത്തെ സ്റ്റേജിൽ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ലിൻഡൽ ബീം കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ലിൻഡൽ ബീമിൻ്റെ ഫോം വർക്കും ലിൻഡൽ ബീമിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് വർക്കും അതിൻ്റെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതുമാണ് വരുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 8 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നത് ഫ്ലോർ ബീമിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഫ്ലോർ ബീമും ഫ്ലോർ സ്ലാബും അങ്ങനെ നമ്മുടെ മെയിൻ വാർക്ക് വരുന്ന ആ ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് സ്ലാബിൻ്റെ കാസ്റ്റിംഗ് വരും, സ്ലാബിൻ്റെ ക്യൂറിങ് വരും, അതിൻ്റെ ഡീ ഷട്ടറിങ് വരും, തട്ടെല്ലാം പൊളിച്ചെടുക്കുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത്. ഇതിനും വരുന്ന ഓരോന്നിനും വരുന്ന എത്ര ദിവസം എടുക്കും, ഏതൊക്കെ ഡേറ്റ് ആണെന്നുള്ളതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ അടുത്ത നിലയുടെ 2ാമത്തെ നിലയുടെ വാൾ സെറ്റ് ഔട്ട് തൊട്ടിട്ട് ലിൻഡൽ ലെവൽ വരെയുള്ള ബ്രിക്ക് വർക്കാണ് വരുന്നത്. അതിനും ഏകദേശം ഒരു 15 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലിൻഡൽ ബീമിൻ്റെ, അത് 2ാമത്തെ നിലയുടെ ലിൻഡൽ ബീമിൻ്റെ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. അതിന് എത്ര ദിവസം വേണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിൻഡൽ ലെവൽ തൊട്ട് മുകളിലെ റൂഫ് സ്ലാബ് വരെയുള്ള 2ാമത്തെ നിലയുടെ റൂഫ് സ്ലാബ് വരെയുള്ള ബ്രിക്ക് വർക്കാണ് വരുന്നത്. അതിനും താഴെ പറഞ്ഞ പോലെ തന്നെ അതേ സെയിം രീതിയിൽ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 2ാമത്തെ നിലയുടെ ഫ്ലോർ സ്ലാബിൻ്റെ കോൺക്രീറ്റ് വരും. അപ്പോൾ അതിന് ക്യൂറിങ് എത്ര ദിവസം വേണം, ഡീ ഷട്ടറിങ് എത്ര ദിവസം വേണം, ആ രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ 11ാമത്തെ സ്റ്റേജിൽ ഫ്ലോർ PCC, ഇനി കേബിൾ സ്ട്രക്ചേഴ്സോ പാരപ്പറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ കാര്യങ്ങളാണ് വരുന്നത്. അതിന് മൊത്തം ഒരു 8 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ആണ് അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ആ സ്റ്റേജിൽ തന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റേജ് പറയുമ്പോൾ പ്ലാസ്റ്ററിങ്ങിന് മുന്നായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ലേയിങ്ങും വാട്ടർ പ്രൂഫിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം.
അങ്ങനെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ലൈനിങ് നമ്മളൊരു 10 ദിവസം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് മൊത്തത്തിൽ ഒരു 30 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് ഷെഡ്യൂൾ തീർത്തിരിക്കുന്നത്. അതായത് ഒരു ഡിസംബർ 7-ാം തീയതി തുടങ്ങിയിട്ട് ഓഗസ്റ്റ് 2-ാം തീയതി തീരുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഷെഡ്യൂളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഓരോ വർക്കിനെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ ദിവസങ്ങളും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടോട്ടൽ വർക്കിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈം ഫ്രെയിമിൽ നമുക്ക് നിർത്താനായിട്ട് പറ്റും. പലപ്പോഴും നമ്മളൊരു വർക്കിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലും ഒക്കെ നമ്മളൊരു സമയം വെക്കാറുണ്ട്. അതായത് 7 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. പക്ഷേ പലപ്പോഴും ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് നമ്മൾ ഒറ്റൊരു ഡേറ്റ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ അതിൻ്റെ ഓരോ വർക്കിനും അതിൻ്റെ ഡേറ്റും കൊടുത്ത് അതിന് ഓരോന്നും വെച്ച ഡ്യൂറേഷനും വെച്ചിട്ടാണ് നമ്മൾ ഈ 6 മാസം അല്ലെങ്കിൽ 7 മാസം എന്നുള്ള ഒരു ടൈം ഫ്രെയിം നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഈ വർക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ വർക്കിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു വർക്ക് ഷെഡ്യൂൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.